ബിഗ് ബ്രേക്കിംഗ്. ജി സുധാകരനുമായി KC വേണുഗോപാൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ജി സുധാകരന്റെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച. രാകേഷ് വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാകേഷ്, ഇപ്പോൾ രാവിലെ ലീഗിന്റെ ശ്രമം, ഇപ്പോൾ സുധാകരനെ KC വേണുഗോപാൽ കാണുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന വിവരങ്ങൾ? നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ നേരത്തെ ചികിത്സാ പിഴവ് സംബന്ധിച്ച കുട്ടിയുടെ രക്ഷിതാക്കളെ സന്ദർശിച്ചതിന് ശേഷമാണിപ്പോൾ ജി സുധാകരൻ കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിട്ടുള്ളത്. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അത് വ്യക്തിപരമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയമാണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. ആ കാര്യങ്ങളാണ് KC വേണുഗോപാലിനോട് ചോദിക്കാനുള്ളത്. ഇന്ന് രാവിലെ തന്നെ ചന്ദ്രിക മുഖപത്രത്തിന്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി ഇവിടെ നടക്കേണ്ടിയിരുന്നു. എന്നാൽ ജി സുധാകരൻ അതിൽ മാറുകയായിരുന്നു. ചന്ദ്രിക ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയമായല്ല എന്നുള്ളതാണ് അദ്ദേഹം. ചന്ദ്രിക ക്യാമ്പയിൻ ജി സുധാകരന്റെ വസതിയിൽ നിന്ന് തുടങ്ങാനായിരുന്നു ലീഗ് തീരുമാനം. പക്ഷേ അത് മാധ്യമങ്ങൾ എത്തിയതോടുകൂടി അത്തരം വിവാദത്തിനില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയമായി പ്രസക്തമാകുന്നത് ജി സുധാകരൻ ഇപ്പോൾ പാർട്ടിയുമായി അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി ജി സുധാകരനെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ സമ്മേളനം നടക്കുമ്പോൾ അവിടുത്തെ സമ്മേളന നഗരിന്റെ തൊട്ടടുത്തുള്ള വീടാണ് എങ്കിൽ കൂടിയും അദ്ദേഹത്തെ സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു, അമ്പലപ്പുഴ സമ്മേളനത്തിൽ നിന്നും. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ KC വേണുഗോപാൽ ജി സുധാകരൻ കൂടിക്കാഴ്ച നടക്കുന്നത്. രാഷ്ട്രീയമായി രണ്ട് ചേരിയിലെങ്കിലും നല്ല സൗഹൃദമുണ്ടാകാം, ഒരുപക്ഷെ ഒരു സൗഹൃദ സന്ദർശനമെന്ന് ഇപ്പോൾ വ്യാഖ്യാനിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത് പ്രസക്തമാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇതാ KC വേണുഗോപാൽ പുറത്തു വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് അറിയേണ്ടതുണ്ട്. ജി സുധാകരനും ഒപ്പം പുറത്തുണ്ട്. പ്രതികരണം തേടാം രാകേഷ്. ഞങ്ങൾ സൗഹൃദ സന്ദർശനം, അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടക്കായിരുന്നു. സൗഹൃദ സന്ദർശനം മാത്രം, രാഷ്ട്രീയമായി ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. രാഷ്ട്രീയമായിട്ട് എതിർപ്പ് ഉണ്ടെങ്കിലും സൗഹൃദമുണ്ട്. അപ്പോൾ ഇന്നൊന്ന് അദ്ദേഹത്തെ കാണാൻ വന്നു, അത്രയേ ഉള്ളൂ. കേരള കോൺഗ്രസിലേക്ക് ഒരു മാധ്യമങ്ങളിൽ കാണുന്നതിനെല്ലാം പ്രതികരിക്കാൻ പറ്റും. ഒരു ചോദ്യം കൂടി. ഇന്നലെ മുസ്ലിം ലീഗ് പ്രിയങ്കയുടെ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ട്, എന്താ പറയാനുള്ളത്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ബഷീറിന്റെ നേതൃത്വത്തിലല്ലേ നടത്തിയത്. ഞങ്ങൾ തമ്മിലുള്ളൊക്കെ ഐക്യം വളരെ ശക്തമാണ്. സൗഹൃദ സന്ദർശനം എന്ന KC രാഷ്ട്രീയമായി യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല. അതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചോ? ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വാർത്തയാണ്. അല്ലെ, ഊഹാപോഹങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറയുന്നത്. അപ്പം അത് പറയട്ടെ. ഇല്ല, അതിനകത്ത് എന്തെങ്കിലും താഴെത്തട്ടിൽ വല്ല പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കും. അങ്ങനെ ഇന്നലെ ബഷീറൊക്കെ ഉണ്ടായിരുന്നു. ആ ബഷീർ നേതൃത്വത്തിലാണ് സ്വീകരണം നടന്നത്. എല്ലായിടത്തും ലീഗിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കും. ഈ ജി സുധാകരൻ കേരള ഈ അതൃപ്തനാണെന്ന് പറഞ്ഞൊരു ആക്ഷേപം നിൽക്കുന്നുണ്ട്. പശ്ചാത്തലത്തിലാണ് ഈ കാഴ്ച. അല്ല, ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച ആവാറുണ്ട്. അത് സുധാകരൻ അതൃപ്തനാണോ ഇല്ലയോ എന്നുള്ളത് സുധാകരനല്ലേ പറയണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. സന്ദർശനം കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തികച്ചും സൗഹൃദ കൂടിക്കാഴ്ച. KC വേണുഗോപാൽ ജി സുധാകരനെ കണ്ട ശേഷം നടത്തിയ പ്രതികരണം സൗഹൃദ സന്ദർശനം മാത്രമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരുവരും ആലപ്പുഴയിലെ നേതാക്കൾ, അത് സ്വാഭാവികവുമാണ്. ആരോഗ്യ പ്രശ്നങ്ങളിൽ